ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരുള്ള മതി കേട്ടോ, നമുക്ക് ചോറ് മുഴുവനും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറിയൊരു തേങ്ങയാണ് കേട്ടോ, അപ്പോൾ ഞാനത് ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ വറുക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ വറുത്തെടുക്കാം. അങ്ങനെ ഇതാ നല്ലതുപോലെ വറുത്തെടുത്തിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ ഞാൻ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, പകുതിയോ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ചീനമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ആയാലും കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങ വലിയ പീസാക്കി വെക്കുമ്പോൾ ചിലപ്പോൾ അരഞ്ഞു കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് മാങ്ങ നല്ലതുപോലെ അരച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ മാങ്ങ ചെറിയ പീസാക്കി അരച്ചെടുത്താൽ മതി കേട്ടോ, എന്നാൽ നല്ലതുപോലെ അരയും. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം ഒന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചമ്മന്തി മാത്രം മതിയാകും നമുക്ക് ചോറ് മുഴുവനായിട്ട് കഴിക്കാൻ. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്കായാലൊക്കെ നല്ലതാണ് കേട്ടോ, അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.